അങ്ങനെ ജുമ്മിസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വീഡിയോൻ്റെ രണ്ടാം പാർട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതിൽ കുറേ വീഡിയോയിൽ ഞങ്ങളുടെ പാട്ടുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ കോപ്പിറൈറ്റ് വരുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ അതിനൊക്കെ മ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ പാട്ടൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായാൽ മതിയല്ലോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓരോ ഏരിയകൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഉൾപ്പെടുത്തിയിട്ട്, സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് ഇനി ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ ഏതാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഇനി കാണേണ്ട സ്ഥലം ഇതാണ്, പോയാൽ എന്തൊക്കെ കാണാനുള്ളതെന്നൊക്കെ ഞങ്ങൾ കുറേശ്ശെ ഇതിൽ പറയുന്നുണ്ട്. ഞങ്ങൾ വൺ ഡേ ടൂർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും ഇതിൽ പറയാനൊന്നുമില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് ഓരോ സ്ഥലങ്ങൾക്ക് പോകുന്നു, പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. ഞങ്ങൾക്ക് വേറെ ഒരു കാര്യമായിട്ടൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കണ്ടും കേട്ട് മനസ്സിലാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടെ ഉള്ളത്. മെയിനായിട്ട് അതിനെ കാണാനാണ്. മൂസക്കാടിന്റെ ആവയൊക്കെ മൂസക്കാടാണല്ലേ. പക്ഷെ 1000 രൂപയാണ് ഒരാൾക്ക്. അത് അവരുടെ വണ്ടിയിൽ കൊണ്ടുപോവുക. ആ വണ്ടി പോക്കാണ് ട്രക്കിങ്. അതാണ് അതിന് പോണ മറയൂര് പോണ. പിന്നെ മറയൂരാണ്. മറയൂര് പോയിട്ട് ശർക്കര വരയാടിനെ കാണലും അവിടെ വീണ്ടും ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുത്തെ വ്യൂ ഒക്കെ എടുക്കാട്ടോ. നല്ല മലവേറൊരു പ്ലേസിലേക്കുള്ള മരങ്ങൾ വഴിയിലൊക്കെ ഇഷ്ടംമാതിരി ട്രാവൽസുകളും അതുപോലെ വലിയ ബസ്സുകളും എയർ ബസ്സുകളൊക്കെ ഇഷ്ടംമാതിരി വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതുപോലെ ഓരോ പോയിന്റിൽ നിർത്തിയിട്ട് ഇതുപോലെ ഓരോ വ്യൂ കാണാനായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ പുറമെ നമ്മളിങ്ങനെ ഓരോരുത്തർ കുതിര സവാരികളൊക്കെ കാണുമ്പോൾ നമ്മൾ ഇറങ്ങും. പിന്നെ നമുക്കിവിടെ കുതിര സവാരി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊപ്പം തന്നെ കച്ചവടക്കാർ ഇവിടെ അരികിലൊക്കെ ഉണ്ട്. ക്യാരറ്റ്, കമ്പം, മാങ്ങ, ഉപ്പിലിട്ടത് നമുക്ക് എന്താ ആവശ്യമുള്ള അതൊക്കെ അവിടെ വെക്കാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എല്ലാവരുടെ കയ്യിലും ഇതിപ്പോൾ നമ്മുടെ ടീമാണ് കേട്ടോ, കുതിരപ്പുറത്ത് കയറിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും കരുതേണ്ടത് ഗൂഗിൾ പേ ആണ് അവിടെ എല്ലായിടത്തും എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഗൂഗിൾ പേ ചില ആൾക്കാർക്ക് വർക്ക് ആവണില്ല. കാരണം നെറ്റ്വർക്കിൻ്റെ തകരാറ് കാണിക്കുന്നുണ്ട്. വോഡാഫോണിലുള്ള നെറ്റ്വർക്ക്. അപ്പോൾ വരുന്ന ആൾക്കാർ ആവശ്യത്തിനുള്ള ക്യാഷ് കയ്യിൽ കരുതണം എപ്പോഴും നല്ലതാണ്. വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കേണ്ട ഗതികൾ വരും. കാരണം ഗൂഗിൾ പേ സെൻഡ് ആവുമെങ്കിൽ പിന്നെ ക്യാഷ് കൊടുത്തേ മതിയാവുള്ളൂ. വാങ്ങിയ സാധനം ഇതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ട് എപ്പോഴും ക്യാഷ് കരുതുക. അത് നമ്മുടെ പാർട്ടികൾ, നമ്മുടെ ടീമിലുള്ള അംഗങ്ങളാണ്. ഇവരൊക്കെ ഓരോരുത്തരായിട്ട് കുതിര സവാരി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. നമുക്കൊന്നും സവാരിക്ക് കയറാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ വൈഫ് മൂബി ഇവിടെ മറ്റേ തേയിലെന്നുള്ള ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ എടുത്തെന്നല്ലാതെ കുതിരയുടെ മുകളിൽ നിന്ന് കയറാനും പറ്റിയിട്ടില്ല. പിന്നെ സമയം ഞങ്ങൾ ഓരോന്നിനും സമയം കറക്റ്റ് ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊണ്ടേതുകൊണ്ട് എല്ലാത്തിനും ഒരു സമയപരിധി വെച്ചിട്ട് എല്ലാവരും ഉൾപ്പെടുത്തിയ രൂപത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ഒന്നും മിസ്സാവാത്ത രൂപത്തിൽ ഓരോ കൂടെ പോകുമ്പോൾ കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അധികം സമയം ഓരോ സ്ഥലത്തും ചിലവാക്കാതെ നോർമലി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫോട്ടോ സെക്ഷനാണ്. ഫോട്ടോ എടുക്കാൻ നമുക്ക് 100 രൂപയാണ് ഒരാൾക്ക് ഫോട്ടോ എടുക്കാൻ. ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണെങ്കിലും എങ്ങനെ ആയാലും 100 രൂപയാണ് ഒരു ഫോട്ടോ എടുക്കാൻ. പിന്നെ കുതിര സവാരിയിൽ ഒരു കുട്ടിക്കും ഒരു തള്ളക്കും അല്ലെങ്കിൽ ഒരു കുട്ടി വരെ വലിയ ആൾ അങ്ങനെ പോകുന്ന ആൾക്കാർക്ക് 100 രൂപ തന്നെയാണ് ചാർജ് വരുന്നത്. ഇതുപോലെ പോകുന്ന ആൾക്കാർക്ക് 100 രൂപ ചാർജ് കിട്ടുക. അപ്പോൾ ഗൂഗിൾ പേ ഒന്നും അവിടെ കിട്ടില്ല. അപ്പോൾ അതിനെക്കൊണ്ട് എല്ലാവരും ക്യാഷ് കരുതുന്നത് നല്ലതാണ്. പിന്നെ അവിടെ നിന്ന് വിട്ട് നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരു 100 രൂപയാണ്. ഒരു ഫാമിലി ഫോട്ടോ ആയാലും സിംഗിൾ ഫോട്ടോ ആണെങ്കിലും ഏത് ഫോട്ടോ ഒരു കോപ്പിക്ക് 100 രൂപയാണ്. അപ്പോൾ കോപ്പി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. ഫോട്ടോ അവിടെ നിന്ന് തന്നെ കഴുകി ഫോട്ടോ ആക്കി തരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്യിപ്പിക്കാം. അപ്പോൾ അതിന് 4 ഫോട്ടോത്തിന് 5 ഫോട്ടോത്തിനാച്ചാൽ 200 രൂപ വരുള്ളൂ. ഇത് ഓരോ ഫോട്ടോത്തിന് 100 രൂപ ചുമ്പ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോയിന്റ് കയറി അടുത്ത സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ. നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നേരത്തെ എത്തുന്ന വീഡിയോയിൽ നമുക്ക് കൂടുതൽ വോയിസും കാര്യമൊന്നും കൊടുക്കാൻ പറ്റാതെ വേറെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനെക്കൊണ്ടാണ് തിരക്ക് ആയതുകൊണ്ടൊന്നും കൊടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ട് അടിമാലി എത്തുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾക്ക് ഒരു സ്റ്റേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഞങ്ങൾ പുലർച്ചെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ അവിടെ നിന്ന് വിട്ട് പോന്നിട്ട് ഈ അടിമാലി എത്തുന്നതിന് മുമ്പ് ഒരു നമുക്ക് ഫ്രഷ് ആവാനുള്ള ഒരു ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ പോയി ഫ്രഷായിട്ട് കാലത്ത് 6 മണിക്ക് ചായ
നാസ്ത കഴിക്കാനുള്ള സെറ്റപ്പിലാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ തങ്ങാനൊക്കെ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവിടുത്തെ റൂമിൻ്റെ കാര്യങ്ങളോ ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ അവരുടെ നമ്പറോ കാര്യങ്ങളൊക്കെ അയച്ചു തരാം. നമുക്ക് ഡയറക്റ്റ് അവർ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാം. നേരത്തെ വേണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ ചിലപ്പോൾ അവിടെ കാര്യമൊക്കെ ഉണ്ടാവും, അന്നേരം പോവാം. അപ്പോൾ സിംഗിൾ റൂമുകളുണ്ട്, 4 ആൾക്കുള്ള റൂമുകളുണ്ട്, 10-35 ആൾ ഒരുമിച്ച് പോയാൽ അങ്ങനത്തെ കൊടുക്കാനുള്ള ഒറ്റ റൂമുണ്ട്. ഈ ഫാമിലി ആണെങ്കിലും സ്കൂൾ കുട്ടികളാണെങ്കിലും ഒക്കെ ആയിട്ട് പോകുന്ന ടീമുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന റൂമുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പറോ ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അയച്ചത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഫോട്ടോസും അതിൻ്റെ ആ ഏരിയയുടെ അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് വോയിസ് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി ചോദിക്കാം. അപ്പം ഞാൻ മറുപടി തന്നിട്ടില്ല. ഇത് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മറുപടി തരാൻ കഴിഞ്ഞെന്ന് വരാം. പിന്നെ മഞ്ഞ് ഞങ്ങൾ 1 മണി 2 മണി 3 മണി വരെയൊക്കെ അവിടെ മഞ്ഞിൻ്റെ ഒരു കുറവുണ്ട്. മഞ്ഞാണ് ടോപ്പ് സ്റ്റേഷനിലൊക്കെ എത്തിയപ്പോൾ മഞ്ഞായിരുന്നു. മഞ്ഞ് പെയ്യുന്ന പോലെ മഴ പെയ്യുന്ന പോലത്തെ മഞ്ഞുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. എന്തായാലും കാണാൻ മാത്രം ഉണ്ടായിരുന്നു. അത്യാവശ്യം കണ്ട് ഞങ്ങൾ, കാരണം ഞങ്ങൾ എവിടെയും സ്റ്റേ ചെയ്തില്ല. എല്ലായിടത്തും ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ നിന്നിട്ട് അങ്ങനെ പോവുക ചെയ്തത് കേട്ടോ. പിന്നെ ഞങ്ങളൊരു ഇങ്ങനെ ഇതുപോലെ എല്ലാ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ കൂടുതൽ സമയം കളഞ്ഞില്ല എന്ന് കളയാൻ നമുക്ക് ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ 1 ഡേ ടൂർ ആയതുകൊണ്ടാണ് ഞങ്ങൾ ടോപ്പ്. അപ്പോൾ അങ്ങനെ ഓരോ പോയിന്റിലെത്തുന്നു, ഞങ്ങൾ ഇറങ്ങുന്നു, അവിടുത്തെ വ്യൂ കാണുന്നു. കുറച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കയറി പോകുന്നു. അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ സെറ്റപ്പ് ഇട്ടാൽ. അവിടുന്ന് എന്തെങ്കിലും കടയിലൊക്കെ ടോപ്പ് സ്റ്റേഷനിലാണ് എത്തിക്കുന്നത്. അവിടെ മഞ്ഞുണ്ട്, നല്ല മഞ്ഞാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാനുള്ളതൊക്കെ ഉണ്ട്. ചായപ്പൊടിയാണെങ്കിലും തേനാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കടയൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ വീഡിയോയിൽ നിങ്ങൾ നോക്കണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളൊക്കെ വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ വന്നു പോയ ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ സമയത്തും ഡീറ്റെയിൽസും കാര്യമൊക്കെ ഇതിൽ അയക്കുക. നല്ല മഞ്ഞാണ് കേട്ടോ, നല്ല മഞ്ഞാണ്. അവരും ചിലപ്പോൾ മറുപടി മഞ്ഞൊക്കെ വീണു. അവർ വന്ന ആൾക്കാരൊക്കെയാണ്. ആദ്യമായിട്ട് പോയാൽ വിവരങ്ങളൊന്നും പറഞ്ഞു തരാൻ കഴിയില്ല. നോർമലായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. എന്തെങ്കിലും മഞ്ഞ് മനസ്സിലാവാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ അതിന് മറുപടി തരാം. തണുപ്പ് അധികമൊന്നുമില്ല, പക്ഷേ മാത്രമേ മനസ്സിലാവുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ. അപ്പോൾ നമ്മുടെ ടീമുകളൊക്കെ ടോപ്പ് എന്താണ്? ടോപ്പ് എവിടെ? ടോപ്പ് എന്താണ്? ടോപ്പ് അവിടെ ഹിൽ ടോപ്പ്. നമ്മൾ ഹിൽ ടോപ്പിൻ്റെ എത്തിയിട്ടുണ്ടാ. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നമ്മുടെ എല്ലാവരും കൂടെ ഇറങ്ങിക്കുന്നത്. പിന്നെ ചില ഹിൽ ടോപ്പിൽ ഇറങ്ങി ഇവിടെ ആകെ മഞ്ഞാണ്. ഒന്നും കാണാൻ സമയം നോക്കിയത് പിന്നെ 12 നടക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. 12 മണിയായിരിക്കും. പക്ഷേ സമയം 12 മണിയാണ്. പക്ഷേ ഇവിടെ മഞ്ഞ് വിട്ടിട്ടില്ല. ഗംഭീര മഞ്ഞ്, പുറത്തേക്ക് വന്നിട്ടില്ല. നല്ല രസം, നല്ലൊരു വൈബായിട്ട് ഇങ്ങനെ നമ്മുടെ ടീമുകളെ കൂടെ ഇറങ്ങുന്നുണ്ട്. മനോഹരമായ കാഴ്ചകളും അവിടുത്തെ ഓരോ അനുഭവം. അതിൻ്റെ ഇവിടെ ഒരു കട ഉണ്ട്. ഇതിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് അതൊക്കെ പറയുന്നുണ്ട്. ആ ചോക്ലേറ്റാ, ചോക്ലേറ്റ് ചായപ്പൊടി. ചായപ്പൊടി ഇതാ 3 ചായപ്പൊടി. ഇതാ 3 ചായപ്പൊടി. ഇതെന്താ റേറ്റ്? 120 1/2 kg അല്ലേ? ഇതോ എന്താണ്? തലിയാറാണ്. തലിയാറ് എന്താ റേറ്റ്? 140. ആ 140 കേട്ടോ. 35 രൂപ എന്താ കമ്മിയാക്കോ? ആ 35 രൂപ കമ്മിയാക്കൂട്ടോ. പിന്നെ മിഠായികളും കാര്യങ്ങളും ഇതൊക്കെ എന്താ ചക്കര അല്ലേ? സോപ്പാ? സോപ്പ് കേട്ടോ. നമ്മുടെ പാലയുടെ ഉള്ളിലാണ് അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പാല 4 പീസിന് 100 രൂപ കേട്ടോ സോപ്പ്. അപ്പോൾ നിങ്ങളൊക്കെ വരുമ്പോൾ ഒക്കെ വാങ്ങിക്കോളി. ഇവിടെ ടോപ്പ് ഹില്ലിലാണ് ഇതൊക്കെ ഉള്ളത്. എന്താ മിഠായികൾ, ഹോം മിഠായികൾ ഉണ്ട്, ഹോമിട്ടോ. പിന്നെ ഉപ്പിലിട്ട ഐറ്റംസുകൾ. പിന്നെ ഇതിൽ എണ്ണ ഒഴിച്ചിട്ട് തല തേക്കണ സാധനമാണ്. ഹെർബൽ. ഇതെന്തോ ഇല്ല ഹണി, തേനട്ടത്. ഇത് പല ഐറ്റംസുകളും എന്താ വേണ്ട, എന്താ വാങ്ങണേ? ആ അപ്പോൾ നമ്മുടെ എല്ലാവരും ഇവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കട്ടാ. ഫോട്ടോ സെക്ഷനാണ് ഇവിടെ. ഇതാ ഫോട്ടോ സെക്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ മഞ്ഞ് വിട്ടിട്ടില്ല. സമയം 12 മണി ആയിട്ടുണ്ട്. 12:10 ആയിരിക്കുന്നു. ഇവിടെ കൂടുതലും തമിഴ്നാട് വണ്ടിയൊക്കെയാണ് കാണുന്നത്. അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിറങ്ങിയിട്ടുണ്ട്. വണ്ടികളും ആളുകളും ഒക്കെ നല്ല വൈബായിട്ടുണ്ട് കേട്ടോ. നമ്മൾ 3 ട്രിപ്പിലാണ് നമ്മളുള്ളത്. ഇവിടെ താഴത്ത് ഓറഞ്ച് കണ്ടിട്ട് ഞങ്ങൾ എവിടെ കാണാമല്ലോ. അവിടെ ഒരു മരത്തിന്മേൽ ഓറഞ്ച് നിൽക്കുന്നുണ്ട്. കാണാനില്ല സൂം ചെയ്തിട്ട്. കണ്ടോ? അതാണ് കാണുന്നത്.
ഓറഞ്ച് തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. നമ്മുടെ ടീമുകളൊക്കെ ഇങ്ങനെ നടന്ന് നീങ്ങുന്നുണ്ട്. നമ്മുടെ ചളിയും ആകെ ഇതൊക്കെ പുകയാണ് കേട്ടോ. ക്യാരറ്റ് വിതരണം നമുക്ക് എത്ര വന്ന് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ക്യാരറ്റ് വിതരണം ഇത്ര കിട്ടിയിട്ടുള്ളൂ കേട്ടോ നമുക്ക്. ക്യാരറ്റ് ജുമ്മിടയിൽ വലുതുണ്ട്. കമ്പം എന്താ റേറ്റ്? കമ്പം 50 രൂപക്ക്. ചുട്ടതാ പുഴുങ്ങിയതാ? രണ്ടുണ്ടോ? പുഴുങ്ങിയതാ ചുട്ടതാ? എല്ലാം 50. ചുട്ടതും പുഴുങ്ങിയതും പിന്നെ പച്ച 50 കേട്ടോ. ആവശ്യക്കാർക്ക് ഇവിടെ വന്ന് വാങ്ങാം. മാങ്ങുപ്പിലൊക്കെ ഇട്ടുണ്ടല്ലേ. നമ്മൾ ടോപ്പിലേക്ക് എത്തിയപ്പോൾ തന്നെ ഇവിടെ ഇതേപോലെ മഞ്ഞൊക്കെ പോയിട്ടാണ്. അപ്പോൾ ഇവിടെ ഈ കുരിശിൻ്റെ അവിടേക്ക് എത്തി ഞങ്ങൾ. ടോപ്പ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഇവിടുത്തെ ഹോട്ടലുകളാണിത്. ഇവിടെ ഒരു ചർച്ചുണ്ട്, കുറച്ച് റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ടീമുകളൊക്കെ നമ്മളെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. ടോപ്പ് സ്റ്റേഷനിലുള്ള വ്യൂസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരാളിരിക്കുന്നുണ്ട് ഇവിടെ. ഇതൊരാളിരിക്കുന്നു. ആ പോണ ആള്. അത് കൊടുക്കണ്ട നിങ്ങൾ? ക്യാരറ്റ് കൊടുക്കണ്ട? മൊബൈലായിട്ട് പോട്ടാ ചിലപ്പോൾ. ഇതായിരിക്കണം അടുത്ത ആൾ, വലിയ ആള്. അത് മൊബൈൽ മേടിച്ച് പോടും. എന്താണ് ആശാമാർ കളിക്കുന്നുണ്ട് ഇവിടെ. കുട്ടികളുണ്ട്. ഇതാ ക്യാരറ്റൊക്കെ മുറുക്കി പിടിച്ചോ, തട്ടിക്കൊണ്ടാവും. എന്താ ആശാമാർ കളിക്കണോക്ക്? എന്താ നമ്മുടെ ടോപ്പിലായിട്ടുള്ളത് ഇതാ. ഒരാശാമാർ ഇരിക്കുന്നുണ്ട്. എന്താ ഒരു ഉസ്താദ് ഇരിക്കുന്നുണ്ട് ഇവിടെ. കുറച്ച് ആൾക്കാർ മരത്തിമ്മുണ്ട്. എന്താ മങ്കീസ് ആൻഡ് ഫാമിലി. അവരെല്ലാവരും ഈ മരത്തിമ്മൊക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ വ്യൂ ആണ്, മലമുകളിലെ വ്യൂസ്. ഞങ്ങൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടാ. ടോപ്പ് ഹിൽ ടോപ്പിൽ ടിക്കറ്റ് ഉണ്ടോ? എത്ര? കിത്തന? കിത്തന? ഒരാൾക്ക് 10? 20? എന്നാ വാ. അപ്പോൾ ഇതാണ് ഹിൽക്ക്. ഈ താഴേക്കും പോണം പൈസ. അവരൊക്കെ അവിടെ താഴെ വരെ എത്തിയിട്ട് അവിടെ 20 രൂപ എൻട്രൻസ് കൊടുത്തിട്ട് താഴത്തെത്തി. ഇവിടുന്നൊക്കെ ഫോട്ടോസൊക്കെ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ടീമുകളൊക്കെ ഇവിടെ സെറ്റായി നിൽക്കുന്നുണ്ട്. എന്ത് അങ്ങോട്ട് വീണ്ടും ഇറങ്ങിയാണെങ്കിൽ വീണ്ടും ഒരു 20 റിയാൽ വേണമെന്നാണ് പറഞ്ഞേട്ടാ. അല്ല 20 റിയാലല്ല, 20 രൂപ. അങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ വീണ്ടും ഇവിടുന്ന് ഇറങ്ങി പോകാനുള്ള സെറ്റപ്പ് കാണാണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന എന്താണെന്നൊന്നും അറിയില്ല, കാരണം മഞ്ഞാണ്. കണ്ടോ ഇതുപോലെ അങ്ങനെ ഇറങ്ങിയിട്ട് പോകാൻ അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. കണ്ടോ ഈ പൊസിഷനിൽ ഇറങ്ങാനും മാത്രമേ ഉള്ളൂ. അതിന് 20 റിയാൽ വേറെ അടക്കണം, അന്നേരം നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ആൾക്കാരെല്ലാവരും ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. കുറച്ചധികം നടക്കാണ്ടായി നിങ്ങളുടെ എത്താനായിട്ട്. ഒക്കെ ഇവിടുന്ന് റിട്ടേൺ കയറട്ടാ. ഇവിടെ നല്ല മഞ്ഞ് തന്നെയാണ്. സമയത്രയും സമയത്രയും നോക്കാൻ പറ്റിയില്ല. ആൾക്കാർ കയറിക്കൊണ്ടിരിക്കട്ടോ മേലക്ക്. ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫുഡൊക്കെ നമ്മൾ ഇവിടുന്ന് പ്ലേറ്റിൽ വാങ്ങിയിട്ട് കഴിക്കാം. പോയിന്റിൽ വന്നിട്ടാണ് നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചത്. ഫുഡ് ഇവിടെ വണ്ടിയിൽ എത്തിച്ചില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ പോകുമ്പോൾ തന്നെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് ഇവിടെ എത്തി. അപ്പോൾ ആ ടൈമിൽ ഇവിടെ എത്താൻ പറഞ്ഞ് ഇവിടെ എത്തി ഫുഡ് കഴിച്ച്. ഇനി ഞങ്ങൾ വേറെ ഒരു പ്ലാനിങ്ങുണ്ട്, അതുകൂടി ഉൾപ്പെടുത്തട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നെക്സ്റ്റ് ഇത് സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ് എക്കോ പോയിന്റിലേക്ക് എത്തിയിട്ട് ഞങ്ങൾ അങ്ങനെ എക്കോ പോയിന്റിലേക്കുള്ള ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നടക്കാമെന്ന് വയ്യ, കാലൊക്കെ വേദനിക്കുന്നു. നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ പുറകിൽ വരുന്നുണ്ട്.
നമ്മുടെ ആൾക്കാരിട്ടാ ഒരു ഹായ് പറഞ്ഞ ഹായ് പറ റബ്ബറല്ലേ മറ്റേതാണ് ഇത് ഈ യൂക്കാലിസ് അതൊക്കെ എടുക്കാം ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ ടീമുകളൊക്കെ വെള്ളത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ അറിയില്ല. വെള്ളം അങ്ങനെ കാണാനായിട്ടാണ് ബോട്ട് യാത്രയൊക്കെ ആ ഭാഗത്താണ് ബോട്ട് യാത്ര കാണാനുള്ളത്. ഉണ്ടോ ബോട്ടിൻ്റെ സഫാരിയൊക്കെ ഉണ്ട്. അത് ആ ഏരിയയിൽ കൂടെ പോകണമെന്ന് ഞങ്ങൾ ഈ ഏരിയയിൽ ഇറങ്ങിയിരിക്കുന്നത്. നല്ല രസമുള്ള വ്യൂ ആണ് ഇവിടെ കേട്ടോ. നല്ല രസമുള്ള മരങ്ങളും അവിടെയൊക്കെ മഞ്ഞ് ഇട്ട് പോയിട്ടില്ല. മഞ്ഞിൻ്റെ ആരെ കുക്കുന്നു എക്കൊല്ലത് പാടല്ലല്ലോ. അപ്പോൾ ഞങ്ങളെ പുറമെ കുറേ ആൾക്കാർ വേറെ ഉണ്ട്. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എക്കോ പോയിന്റിലപ്പോൾ ഞങ്ങളുള്ളത്. ഞങ്ങളുടെ ഫാമിലി ഇത് കൂട്ടത്തോടെ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല. വെള്ളത്തിൽ ഇറങ്ങാനൊന്നും പറ്റാത്ത നമ്മുടെ തേയിലത്തോട്ടം അടുത്തു വന്ന് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്താണ്. ഇതാ ഞങ്ങളിവിടെ അവിടെ തിരിച്ചു പോരുമ്പോൾ ഇവിടെ ഒരു പമ്പിൽ കയറിയിട്ട് തേയിലൊക്കെ ഇവിടെ അടുത്തടുത്ത് നിൽക്കുന്നത് കാണാണ്ട് കണ്ട. അപ്പോൾ അതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ചെടികളും പുഷ്പങ്ങളും തേയില ഇലകളും ഒക്കെ സംവിധാനിച്ച ഒരു ഏരിയയിലാണ് ഉള്ളത്. കമ്പി വേലിയുടെ ഉള്ളിൽ കൂടെയാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് കമ്പി ചിലപ്പോൾ വീഡിയോയിലുണ്ടാവും. നല്ല രസമായിട്ട് കാണാണ്. കുറേ വീട് ആ ഏരിയയിലൊക്കെ റോഡും വീടുകളൊക്കെ കാണുന്നുണ്ട്. ക്യാമറയിലൂടെ കാണുന്നില്ല. നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വിശാലമായ സ്ഥലങ്ങളിൽ തേയില കൃഷി നട്ട് പിടിപ്പിച്ച് അതിൽ നിന്ന് വിളവെടുത്ത് നമ്മുടെ നാട്ടിലേക്ക് ആവശ്യത്തിനുള്ള തേയിലകളും തേയിലപ്പൊടികളും എല്ലാം നമുക്ക് എത്തിച്ചേരുന്നുണ്ട്. ഈ ഭാഗത്തു നിന്നൊക്കെയാണ് കൂടുതൽ വരുന്നത് തോന്നുന്നു. വയനാട് മൂന്നാർ ഭാഗങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലേക്കൊക്കെ തേയില വരുന്നത്. ചിലയിടത്ത് ഇപ്പോഴും മഞ്ഞൊക്കെ ഉണ്ട്. എനിക്ക് ക്യാമറയിൽ കാണാൻ കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്കും കാണുന്നില്ല. ഞാൻ നേരിട്ട് നോക്കുമ്പോൾ അവിടെ മഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എനിക്ക് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. മൂന്നാറിൽ നിന്നും ഞാനും എൻ്റെ കൂടെ മുബിയുണ്ട്. ഓക്കെ.